വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ പോയ വിദ്യാലക്ഷ്മി ഇപ്പോൾ കുവൈറ്റിലെ സിറ്റി ഹോസ്പിറ്റലിലെ ഒരു മെയിൻ ഡോക്ടറാണ്. വിളിക്കുമ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ചിറകും വെച്ച് അങ്ങ് എത്തണേ എന്ന് പറഞ്ഞിട്ട് പോയിരുത്ത വിദ്യാലക്ഷ്മി പ്രേമനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ചിറകും വെച്ച് കുവൈറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹപ്രകാരം വിദ്യാലക്ഷ്മിയും പ്രേമനും അങ്ങനെ ഒന്നിച്ചു. കുവൈറ്റിൽ വളരെ സന്തോഷകരമായി തന്നെ അവർ ജീവിക്കുകയായിരുന്നു. അവരുടെ മകളും വളരെ സന്തോഷകരമായി തന്നെ അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വെക്കേഷൻ ടൈമിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യയും മകളും പ്രേമം. അങ്ങനെ നാട്ടിൽ ലാസറേട്ടനെയും മല്ലികയൊക്കെ വിളിച്ച് പറയാണ് തിരിച്ചു വരുന്ന കാര്യം. നാട്ടിൽ മല്ലികയുടെയും രതീഷിൻ്റെയും വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു മകനുമായി സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് മല്ലിക ഇപ്പോൾ നല്ലൊരു കുടുംബിനിയും കുടുംബസ്ഥയൊക്കെയാണ്. ലാസറേട്ടനും ഭാര്യയും ഇപ്പോൾ പ്രേമൻ്റെ വീട്ടിലാണ് താമസം. അവരുടെ കാര്യങ്ങളെല്ലാം പ്രേമനും വിദ്യാലക്ഷ്മിയും കൂടെയാണ് നോക്കുന്നതുമെല്ലാം. വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് ഇരുവരും. പണ്ട് കിട്ടാത്ത സന്തോഷമെല്ലാം ഇപ്പോൾ ഇവർക്ക് ഉണ്ട്. ഓമനക്കുഞ്ഞമ്മയുടെ മകൾ തിരികെ വന്നു. 2 പെൺമക്കളാണിപ്പോൾ ഓമനക്കുഞ്ഞമ്മയുടെ മകൾക്ക്. ചെറുമക്കളുമായി വളരെ സന്തോഷമായി തന്നെ മുമ്പോട്ട് പോവുകയാണ് ഓമനക്കുഞ്ഞമ്മ. അവരോടൊപ്പം തന്നെയാണ് മകളും കൊച്ചുമക്കളും ഭർത്താവും എല്ലാം നിൽക്കുന്നത്. ഇപ്പം മകൾക്കും പേരക്കുട്ടിക്കും ഒപ്പം ഓമനക്കുഞ്ഞമ്മയും അമ്പലത്തിൽ പോകാറുണ്ട്. നാരായണേട്ടൻ ഇപ്പോൾ പോലീസിനെ സഹായിക്കാനൊന്നും പോകാറില്ല. ഹരിക്കൊരു ഷോപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് വിദ്യാലക്ഷ്മി. മകനോടൊപ്പം ചേർന്ന് കടയിൽ സജീവമാണ് നാരായണേട്ടനും ഇപ്പോൾ. അങ്ങനെ നീണ്ട നാളുകൾക്ക് ശേഷം പ്രേമനും വിദ്യയും ലയമോളും നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇവർ 3 പേരും നാട്ടിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാരെല്ലാം. അവരുടെ 3 പേരുടെയും ബന്ധുക്കളും കൂടപ്പിറപ്പും എല്ലാം ഇവരെല്ലാം തന്നെയാണ്. ഇനി ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ്. ഇന്ന് വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. പ്രേമൻ്റെ ബർത്ത്ഡേ ആണിന്ന്. ജന്മദിനം ഇവരോടെല്ലാം ചേർന്ന് അടിച്ചു പൊളിക്കാനാണ് ഇവരെല്ലാം എത്തിയിരിക്കുന്നത്. എത്രയൊക്കെ വലുതായാലും ലാസറേട്ടൻ്റെ കുഞ്ഞു മകൾ തന്നെയാണ് ഇന്നും ലയ. അപ്പൂപ്പൻ കഥ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം തന്നെ ഇപ്പോഴും ആ ശീലമെല്ലാം ലയയ്ക്കുണ്ട്. നാട്ടിലെത്തുന്നതെല്ലാം തൻ്റെ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ദിവസങ്ങൾ ചെലവഴിക്കാനാണ് ഓടിയെത്തുന്നത് ലയ. നാട്ടിലെത്തുമ്പോഴെല്ലാം തൻ്റെ ഉമ്മുമ്മയെ കാണാനും ലയ പോകാറുണ്ട്. ഇപ്പോൾ ലയ പ്രായപൂർത്തിയായതുകൊണ്ട് തന്നെ ആരോടൊപ്പം നിൽക്കുന്നതെന്ന് ലയയുടെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അമ്മയോടും അച്ഛനോടൊപ്പം നിൽക്കാനാണ് ലയയ്ക്കിഷ്ടം. എന്നാൽ നാട്ടിൽ വരുമ്പോഴെല്ലാം തൻ്റെ ഉമ്മുമ്മയെ കാണാനായി ലയ ഓടിയെത്താറുണ്ട്. പ്രേമനും വിദ്യാലക്ഷ്മിയും ലയമോളും ഇന്ന് വളരെ സന്തോഷകരമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. വെക്കേഷൻ വരുമ്പോഴെല്ലാം അവർ കുവൈറ്റിൽ നിന്ന് കോളനിയിലേക്ക് ഓടിയെത്തും. വിദ്യാലക്ഷ്മി അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പെല്ലാം നടത്തി തന്നെ സഹായിച്ച എല്ലാവരെയും തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുന്ന വ്യക്തിയാണ് വിദ്യാലക്ഷ്മി. വളരെ സന്തോഷകരമായി തന്നെ ഇവരുടെ കഥ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.